അത് വാങ്ങുന്നില്ല. അവസാനം സബിത പറഞ്ഞു, നിങ്ങൾ ഈ വീട്ടിലെ അടിമയല്ലേ, ഒരു യജമാനന്റെ മകളായ ഞാൻ പറഞ്ഞത് അനുസരിക്കൽ നിങ്ങളുടെ കടമയല്ലേ, അതുകൊണ്ട് ഇതൊന്ന് വാങ്ങൂ എന്ന് പറഞ്ഞപ്പോ നിർബന്ധിച്ചപ്പോ അബ്ദുള്ള അത് വാങ്ങാൻ തന്റെ കൈ അങ്ങോട്ട് നീട്ടിയപ്പോ ഈ കൈയുള്ള പലഹാരപ്പൊതി അങ്ങോട്ട് കൊടുക്കുമ്പോ എന്താണ് സംഭവിച്ചത്? സബിത എന്ന പെണ്ണ് കൊടുക്കുന്ന അതേ സ്പോട്ടിൽ അബ്ദുള്ളയുടെ കൈമലൊന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പെട്ടെന്ന് അബ്ദുള്ളയുടെ കൈ കൊണ്ട് വലിച്ചപ്പോ ആ പലഹാരപ്പൊതി ആ കിടക്കുന്ന നേരെ താഴെ ഭൂമിയിലേക്ക് അങ്ങോട്ട് പോണോ. ഇതങ്ങോട്ട് വീണപ്പോ സബിത എന്ന പെൺകുട്ടിക്ക് ദേഷ്യം വന്ന ആ പെൺകുട്ടി വിളിച്ച്, അബ്ദുള്ള, എന്തൊരു വൃത്തികേടാണ് നീ കാണിച്ചത്? ഒരു ഭക്ഷിക്കുന്ന ഭക്ഷ്യവസ്തു നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നിനക്കൊരു പലഹാരപ്പൊതി കൊണ്ടുവന്ന് തിന്നിട്ട് അത് വാങ്ങാൻ പോലും നീ മനസ്സ് വെക്കാതെ നീ അത് താഴെ കിട്ടുമല്ലേ എന്നങ്ങോട്ട് പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞു, സബിത, പലഹാരപ്പൊതി ഞാൻ താഴേക്ക് ഇട്ടത് എന്റെ ഒരു സ്വന്തമായി പലഹാരപ്പൊതി വാങ്ങാൻ എന്നുള്ള രൂപത്തിൽ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടൂലായിരുന്നു. പക്ഷേ പൊതി എനിക്ക് തരുമ്പോ അങ്ങ് എന്റെ കയ്യിൽ പിടിക്കാൻ ഒരു ശ്രമം നടത്തി. ആ സമയത്തിലല്ലേ ഞാൻ എന്റെ കൈ വലിച്ചത്? ഞാൻ നിരപരാധിയാണ്. ഈ സമയത്ത് സബിത പറഞ്ഞു, ഓഹോ, നിന്റെ സംസാരം കേട്ടാൽ തോന്നും വിശ്വവിഖ്യാതിയിട്ട് ഏതോ ഒരു മഹാനാണ് നീ എന്ന് കേട്ടപ്പോ അബ്ദുള്ളയുടെ മനസ്സാന്തരത്തിന്റെ ഉള്ളിലത ഒരു വെള്ളിടി വെട്ടുകയാണ്. അന്തം കന്താളിച്ചു പോയി, തമ്പുരാനെ, ഞാനാണ് വിശ്വവിഖ്യാതിയിട്ട് അള്ളാഹുവിന്റെ ഒരു അടിമയാകുന്ന ലുഖ്മാനുൽ ഹക്കീം എന്നുള്ള ആ സത്യം വെളിപ്പെട്ടു പോകുമോ എന്നുള്ളതായ ചിന്തയിൽ അബ്ദുള്ള അങ്ങനെ നിൽക്കുമ്പോ സബിത പറഞ്ഞു, ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആ പാഠം പഠിപ്പിക്കുമെന്നുള്ള ചിന്തയോടുകൂടി അബ്ദുള്ളയുടെ മുന്നിലേക്ക് സബിത അടുത്തേക്ക് നിന്ന് പറയുന്നു, ഞാൻ പറയുന്നത് എന്താണെങ്കിലും വീട്ടിൽ വെച്ച് ഇപ്പോൾ ഇതേ സ്പോട്ടിൽ നിങ്ങൾ അനുസരിക്കണം, ഇല്ല എങ്കിൽ അബ്ദുള്ളയെ സബിത പാഠം പഠിപ്പിക്കും. അബ്ദുള്ള പറഞ്ഞു, മോളെ, അബ്ദുള്ളയെ ആ ഒരു കെണിയിലേക്കും ആ ഒരു വലയിലേക്കും ഒരിക്കലും കിട്ടുകയില്ല. കാരണം ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഈ വീട്ടിലെ യജമാനന്റെ അടിമയായിട്ടാണ്. യജമാനന്റെ മകളെ പോയിട്ട് മുഖത്തേക്ക് നോക്കാനോ സ്പർശിക്കാനോ ഒരു അടിമ ശ്രമിച്ചാൽ എന്താണ് ലഭിക്കുക എന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാമെന്നുള്ള ശിക്ഷ. അതുകൊണ്ട് തൽക്കാലം പൊന്നുമോള് മടങ്ങി പോകണമെന്ന് അബ്ദുള്ള അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ സബിത പറയുന്നു, ഇല്ല, കരഞ്ഞു പോയാൽ ആ കരയേണ്ട മാത്രയിൽ തന്നെ ഇവിടേക്ക് എന്ത് ചെയ്യും? ഈ പരിസരത്തുള്ള ആളുകൾ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നാൽ നിങ്ങളെ അടിച്ചിട്ട് അവർ പരമശനാക്കിയിട്ട് മൂലയിലേക്ക് ഇടും. അതുകൊണ്ട് ഞാൻ അപ്പണി ചെയ്യണോ? ഈ സമയത്ത് അബ്ദുള്ള പറയുന്നു, പ്രിയപ്പെട്ട മോളെ, യജമാനന്റെ മോളെ, ഈ സാധുവായ ഞാൻ ഒരു അടിമയായിട്ട് അബ്ദുള്ളയാകുന്ന ഞാൻ ഇവിടെ തന്നെ പതുക്കെ കഴിഞ്ഞു കൊടുട്ടെ എന്നുള്ള വാക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ദിവസം സബിത പേടിക്കാനേ അടിവച്ചിട്ടവർ നീങ്ങി കാണി അബ്ദുള്ള എന്നോരൊക്കെ പേശിന്നേ. ഒരു ദിവസം സബിത അടിവച്ചിട്ടവർ കാണി അബ്ദുള്ള എന്നോരൊക്കെ പേശുന്നേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട രണ്ട് അനുജത്തിമാർ അഥവാ സബിത എന്ന പെൺകുട്ടിയുടെ രണ്ട് അനുജത്തിമാര് കുളിക്കാൻ വേണ്ടി ആ രാജകൊട്ടാരം പോലത്തെ വീടിന്റെ ഒരു മൂലയിൽ ഒരുക്കിയിരിക്കുന്ന അവർക്ക് നീരാട്ടത്തിന്റെ വീട് ഒരുക്കിയിരിക്കുന്നതായ ആ ഭാഗത്തിലേക്ക് ഒഴിഞ്ഞങ്ങോട്ട് പോവുകയാണ്. ഈ രണ്ട് അനുജത്തിമാര് കുളിക്കാൻ വേണ്ടി പോയതായ ഈ പക്കം നോക്കിയിട്ട് സബിത എന്ന പെൺകുട്ടി അവരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരെ, നിങ്ങൾ പോയിട്ട് കുളിച്ചു വന്നോ, ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് നീരാടാൻ വേണ്ടി അങ്ങോട്ട് എത്തിക്കൊള്ളാം. ഈ സമയത്ത് സബിതയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്താ? അനുജത്തിമാർ ഇവിടെ നിന്ന് പുറത്തേക്ക് കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവുകയില്ല. പിന്നെ ഈ രാജകൊട്ടാരം പോലത്തെ ഈ വീടിന്റെ ഗേറ്റിന്റെ ഉള്ളിൽ ഞാനും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ താലോലിച്ചുകൊണ്ട് നടക്കുന്ന എന്റെ അനുരാഗ പുഷ്പമായ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരനും മാത്രമാണ്.
അതുകൊണ്ട് എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളയോട് എനിക്ക് പൂർത്തിയാക്കാമെന്നുള്ള ചിന്തയോടുകൂടെ സബിത എന്ന പെൺകുട്ടികത പുതിയ പദ്ധതിയും ആവിഷ്കരിച്ചുകൊണ്ടത് തന്റെ അനുജത്തിമാർ രണ്ടുപേരും കുളിക്കാൻ പോയ തക്കം നോക്കിയിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ അവൾ അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. അവൾ നോക്കി അനുജത്തിമാർ പോകുന്ന എല്ലാ കാര്യങ്ങളും സശ്രദ്ധം വീക്ഷിച്ചു. അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ളതായ ആ തക്കമങ്ങ് കണ്ടപ്പോ അബ്ദുള്ള നേരെ അബ്ദുള്ളയുടെ അരികിലേക്ക് സബിത എന്ന പെൺകുട്ടി ആ രാജകൊട്ടാരത്തിന്റെ തൊട്ടപ്പുറത്തുള്ള ഒട്ടകത്തോത്തിലേക്ക് പതുക്കെ പതുക്കെ നടന്നങ്ങോട്ട് ചെല്ലുകയാണ്. നടന്നങ്ങോട്ട് ചെന്നിട്ട് അബ്ദുള്ളയെ വിളിച്ചു. അബ്ദുള്ള ഇത് കേട്ടപ്പോ അബ്ദുള്ള തിരിഞ്ഞു നോക്കിയതായ അബ്ദുള്ളയോട് ഇവൾ പറഞ്ഞു, അബ്ദുള്ള എത്രയും പെട്ടെന്ന് എന്റെ കൂടെ നീ വരണം. അതെന്തിനാണ് യജമാനത്തി ഞാൻ നിങ്ങളുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇവിടുന്ന് പോരേണ്ടത്? ഒന്നുമല്ല, നമ്മുടെ വീടിന്റെ മുകൾ ഭാഗത്ത് ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോ അബ്ദുള്ള പറഞ്ഞു, പൊന്നു മോളെ, ആ അടിച്ചുവാരുന്ന വൃത്തിയാക്കുന്ന വീടിന്റെ ഉള്ളിലെ ജോലിയെല്ലാം ചെയ്യുന്ന ഒരു തോഴി ഇവിടെ വേറെ ഇല്ലേ? അത് ഞാനല്ലല്ലോ ചെയ്യേണ്ടത്, ആ തോഴിയല്ലേ ചെയ്യേണ്ടത്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അന്ന് അവൾ മുന്നിലും പിന്നബുധത്ത് ചെന്ന് വരാന്തയിലെത്തുന്ന തന്റെ നിരത്തുകൾ അന്ന് കുളിക്കാൻ മിന്നിയ നേരം തന്നാണ് ഉന്നിയവൾ നീ മുകളിലെ റൂമ എന്നത് വെറുതെ പണിയാനെ അഭിനന്ന് അത് ഹാദിമതല്ലയെന്ന് അത് അന്ന് സബീത പറഞ്ഞ് അനച്ചൊന്നത് കേൾക്കുകയെന്ന് അത് ചെയ്തവരന്ന ഒരു ദിവസം സബീത അനുരാഗത്തിൽ വിളിക്കാനേ അടിവച്ചിട്ടവർ നീങ്ങി മോഹക്കാടൽ പൊങ്ങി അബ്ദുള്ള എന്നോരൊക്കെ പേശന്നേ. അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടി എന്റെ പിന്നാലെ വരണമെന്ന് പറഞ്ഞിട്ട് രണ്ടു പേരും അത് അവസാന നിർബന്ധത്തിന് വഴങ്ങി അബ്ദുള്ള സബിതയുടെ പിൻഭാഗത്തിൽ നിന്ന് നടന്നു വരികയാണ്. സബിത മുന്നിലും അബ്ദുള്ള പിന്നിലും. ഈ സമയത്ത് അബ്ദുള്ളയെ ആകർഷിപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി തന്റെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പുറത്തേക്ക് പ്രദർശിച്ചുകൊണ്ട് അവളിങ്ങനെ പതുക്കെ കുലുങ്ങി ഞെരുങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ രംഗം കണ്ടിട്ട് അബ്ദുള്ള പെണ്ണിലേക്ക് ആകർഷണീയമാകുമെന്നുള്ളതായ ഒരു ചിന്തയിലാണ് സബിത നടക്കുന്നത്. പക്ഷേ അബ്ദുള്ള നടക്കുന്നതോ തലയും താഴേക്ക് മാത്രം താഴ്ത്തിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില നാട്ടിലൊക്കെ ചില പെൺകുട്ടികൾ ഉണ്ടാകും, സാധാരണ ഇങ്ങനെ ഉഷാറായിട്ട് നടന്നിങ്ങനെ പോകും. പക്ഷേ ഒരാണിനെ കണ്ടാൽ ഈ ബൊമ്മക്കുട്ടിക്ക് ചാവി കൊടുത്തി മാതിരി അങ്ങനെ കുലുങ്ങി പോകും. കാരണം എന്താ? ഒന്ന് ആകർഷിപ്പിക്കാൻ വേണ്ടി, അവരൊന്ന് തന്നെ തിരിഞ്ഞു നോക്കാൻ വേണ്ടി, എന്നെ ഒന്ന് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ കുറിച്ചൊന്ന് വിലയിരുത്തണം. ഓരോ പെണ്ണും ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ പെണ്ണല്ലോ, അങ്ങ് ദൂരെ മറ്റുള്ള സ്ഥലങ്ങളിലെ പെണ്ണ്. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാണ്, അവിടുന്ന് കുറെ സംഭാവന എനിക്ക് കിട്ടേണ്ടത് നല്ല പെണ്ണുങ്ങളാണ്. പോകുന്നത് വരെ പടച്ചറപ്പ് നമ്മുടെ സഹോദരിമാരെ നന്നാക്കി പെരുമാറട്ടെ, അവർക്ക് രാഹത്ത് സന്തോഷവും നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഇവിടെ ഈ അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണിന്റെ പിൻഭാഗത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണ് തന്നെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ച് നടക്കുമ്പോ അബ്ദുള്ള അങ്ങോട്ട് നോക്കുന്നില്ല. ഇത് കണ്ടപ്പോ അവൾ ഒന്നും കൂടെ തന്റെ ശരീരം ഒന്ന് പ്രദർശിപ്പിച്ചു. ഏതായാലും ഒരിക്കലും അബ്ദുള്ള നോക്കാതെ കീഴേക്ക് മാത്രം നോക്കി. ഈ സമയത്ത് ഇതുവരെ എത്ര ദിവസമായിട്ടും ഈ രാജകൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് താൻ പ്രവേശിച്ചിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട യജമാനുള്ള കാലത്ത് ഒരിക്കൽ പോലും തന്നെ ഈ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടില്ല. കാരണം എന്താ? അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ യജമാനൻ വീട്ടിലില്ലാത്ത തക്കം നോക്കി തന്റെ യജമാനൻ പുറത്തേക്ക് യാത്ര പോയ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. മാത്രമല്ല തന്റെ മക്കൾക്ക് തുണയായിട്ടുള്ളതായ ഐസ പെൺകുട്ടിയുടെ രണ്ട് അനുജത്തിമാർ അവർ കുളിക്കാനും പോയി. ആരുമില്ലാത്ത തക്കത്തിന് ഈ വീട്ടിന്റെ ഉള്ളിലേക്കതാ ഓരോ കഥകൾ തുറന്നിട്ട് സബിത എന്ന പെണ്ണ് അബ്ദുള്ളയെ കൊണ്ടിങ്ങനെ പോവുകയും. ഈ സമയത്ത് അബ്ദുള്ളയെ കൊണ്ട് എവിടേക്കാണ് പോകുന്നത്? ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് ചെന്ന് ഓരോ കഥകം അങ്ങനെ തുറന്ന് മുകളിലേക്ക് ചെന്നിട്ട് അവസാനം ഒരു റൂമിന്റെ അരികിലേക്ക് ചെന്നപ്പോ അബ്ദുള്ളയോട് പെട്ടെന്ന് എന്ത് ചെയ്തു? സബിത എന്ന പെൺകുട്ടി പറയുന്ന, അബ്ദുള്ള, ഈ ആ കാണുന്നതായ റൂമിലെ വൈദ്യുള്ളിൽ അവർ ചെന്നെത്തിയ പെണ്ണ് കടന്ന് പിടിക്കുന്നേ, ദേവിയുടെ മോഹം തട്ടി മറന്നത് വീർത് കൈ കുടഞ്ഞന്ന്
ഭാവന വിട്ട് വളർന്ന് തെറിച്ചത ചുമരിൽ ചെന്ന് മലർന്നാണ് പരിചന്ന് തല പൊട്ടിതമും ചീറ്റുന്ന് അവർ പച്ചില കൊണ്ട് പൊറുന്ന് അത് വന്ന് ശിഫാ പണിന്ന് അവർ മാർപ്പ് കണിന്ന് ഒരു ദിവസം സവിതാവിളിക്കാനേ